വികസിത കേരളം കൺവെൻഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ സിറ്റി ജില്ലയിൽ 21-ന് നടക്കുമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ലഹരിക്കെതിരെ BJP സമര പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ എക്സൈസ് മന്ത്രിക്ക് സാധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം കേരളത്തിലെ ജനത്തിന് മുമ്പിൽ BJP സമർപ്പിക്കും. PSC റാങ്ക് ഹോൾഡേഴ്സ് തലസ്ഥാനത്ത് സമരം നടത്തുമ്പോൾ അത് കാണാതെ സർക്കാർ ധൂർത്ത് നടിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സ്കൂൾ മുറ്റം മുതൽ കോളേജ് തലത്തിലാകട്ടെ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള കലാപരമായിട്ടുള്ള മേന്മയുള്ള സിനിമാ മേഖലയാകട്ടെ, സാംസ്കാരിക പ്രവർത്തന മേഖലയാകട്ടെ, എവിടെ നോക്കിയാലും രാസലഹരിയുടെ പിടിയിൽ ഈ കേരളം അമർന്നു പോകുന്നു എന്ന് പറയുന്ന ഭീഷണമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് പൊതുസമൂഹത്തിനെ പ്രത്യാശയോട് കൂടിയിട്ട് നോക്കിക്കാണാൻ സാധിക്കുക എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വിഷയമാണ്. ഞങ്ങൾ വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങളിലേക്ക് ഈ സംഘടന സജ്ജമാകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് പുതുതല്ല. കാരണം രണ്ട് മുന്നണികളും കേരളത്തെ മാറി മാറി ഭരിക്കുകയും അധികാരത്തിൽ ഇഷ്ടത്തിന് വർഷങ്ങളോളം നീയോ ഞാനോ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി അധികാരത്തിൽ മുഖ്യമന്ത്രിമാരെ സന്നിവേശിപ്പിക്കുകയും ജനം കൊടുത്ത വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറി മാറി മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടും ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്, നന്നായി പഠിച്ച് റാങ്ക് കിട്ടിയ കുട്ടികൾ തിരുവനന്തപുരത്ത് വന്ന് സമരം നടത്തി അവർക്ക് പ്രത്യാശയില്ലാതെ അവർ റീത്ത് വെക്കുന്ന കാഴ്ചയ്ക്ക് നമ്മൾ കാഴ്ചക്കാരായിട്ട് മാറിയ ഒരു സാഹചര്യം കേരളത്തിൽ നമുക്കുണ്ടായി.